ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM-നും നേതാക്കൾക്കും തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് കലൂർ PMLA കോടതി. CPM നേതാക്കളായ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും സമൻസ് അയച്ചു കോടതി. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശം. SS ശരണും ജേസൺ ചാമോളപ്പിലും വിവരങ്ങളുമായി ചേരുകയാണ്. ശരണിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ശരൺ, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ. ശരൺ, കരുവന്നൂർ കേസ് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത സമയത്തും കൊട്ടകെട്ടിക്കാത്ത നേതാക്കളാണ്. K രാധാകൃഷ്ണ കേസ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ നേതാക്കൾക്ക് സമൻസ് അയക്കാനും നേരിട്ട് ഹാജരാകാനുമുള്ള നിർദ്ദേശം ഇനി വിചാരണയിലേക്കടക്കം കടന്നു പോകേണ്ടുന്ന സാഹചര്യം വലിയ തിരിച്ചടിയാണ്. മാധു, നേതാക്കൾക്ക് മാത്രമല്ല CPM-നെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഈ കേസ് എന്നുള്ളതാണ്. കാരണം ഒരു പാർട്ടി ആദ്യമായിട്ട് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ കേസുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി ഇത്തരത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. ഈ കേസിൽ 68-ാം പ്രതിയാണ് CPM എന്നുള്ള പാർട്ടി എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ വർഷം മെയിലാണ് രണ്ടാമത്തെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും BNS നിയമപ്രകാരം ഈ കുറ്റപത്രം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രതികളുടെ വാദം കേൾക്കണം, പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ വാദം നീണ്ടുപോവുകയും ചെയ്തിരുന്നത്. പ്രധാനമായും ഈ CPM നേതാക്കളടക്കം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന വാദം തങ്ങൾക്ക് ഈ കേസിൽ പങ്കില്ല എന്നുള്ളതാണ്. ബാങ്കിൽ നടന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് തങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ല എന്നുള്ളൊരു വാദം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ CPM നേതാക്കൾക്കും CPM-നും എതിരെ കൃത്യമായി തന്നെ തെളിവുകളുണ്ട്, പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള വാദം പൂർത്തിയായി ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി സ്വാഭാവികമായിട്ടും വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അടുത്ത മാസം 4-ാം തീയതി മുഴുവൻ പ്രതികളോട്, അതായത് രണ്ടാമത്തെ കുറ്റപത്രത്തിൽ 28 പ്രതികളാണുള്ളത്, ഈ 28 പ്രതികളോടും കലൂർ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിച്ചിരുന്ന ബാങ്ക്, അവിടെ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ആ ഗതികേടിൽ ഒരു നിമിഷം ജേസണിലേക്ക് തിരികെ വരാം. ശരണിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ശരൺ, ഇങ്ങനെ പണം നഷ്ടപ്പെട്ടു നിക്ഷേപകർക്ക് എന്ന കാര്യത്തിൽ അവിടെ ആർക്കും തർക്കമില്ല. ഭരണസമിതി CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ളതായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. അതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്നുള്ളതാണ് കേസ്. 120 കോടി അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. അതുമായി ബന്ധപ്പെട്ട് പലതവണ ഈ പണം കണ്ടുകെട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായതാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഇതിന് പിന്നിൽ CPM-നെതിരെ ഉള്ള ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള പ്രതിരോധങ്ങളാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിന് വില പോകുമോ? മാധു, അതിന് വിലപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. എന്തായാലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 2 ഘട്ടമായിട്ടും അന്വേഷണം എന്നുള്ളതാണ്. 2021-ലാണ് അവർ ഇത് സംബന്ധിച്ചുള്ള ECR രജിസ്റ്റർ ചെയ്യുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ്, അത് ബേസ് ആയിക്കൊണ്ടാണ് അവർ ECR രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ നമുക്ക് വലിയ രീതിയിലുള്ള അന്വേഷണം കാണാൻ കഴിഞ്ഞിരുന്നു. അതിൽ തന്നെ 55 പേരെ പ്രതി ചേർത്ത്, അതായത് സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം 55 പ്രതിപട്ടികയുമായിട്ടാണ്, 55 പേരടങ്ങുന്ന പ്രതിപട്ടികയുമായിട്ടാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലേക്ക് എത്തിയിരുന്നത്. അതിൽ ഒരു CPM നേതാവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പ്രാദേശിക നേതാവായ PR അരവിന്ദാക്ഷനായിരുന്നു. PR അരവിന്ദാക്ഷൻ അടക്കമുള്ള 4 പ്രതികളുടെ അറസ്റ്റിലേക്കാണ് പോരുന്നത്. പിന്നീട് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ അടക്കമുള്ള നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നത്. നമുക്കറിയാം ഈ തട്ടിപ്പ് നടന്ന കാലാവധി തീരുമാനമാണ് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്.